അങ്ങനെ ഞായറാഴ്ച വൈകുന്നേരമായി. ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ ഒന്ന് പുറത്തേക്ക് പോകാന്ന് കരുതി. ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് കുറച്ച് നാളായി, അതുകൊണ്ട് എനിക്കൊരു ചെറിയ പേടിയുണ്ട്. എക്സ്പേർട്ടായിട്ടില്ലല്ലോ. സോ ഞാൻ പാവലിനോട് തന്നെ ഓടിക്കാൻ പറഞ്ഞു. എങ്ങാനും ഓടിക്കാൻ തരുന്നുണ്ടെങ്കിൽ കണ്ണട എടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ 2 വീട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2ഉം കിട്ടി. അപ്പം ജൂണിലേക്കൊക്കെ മാറുള്ളൂ. അപ്പോൾ ആ പരിസരമൊക്കെ ഒന്ന് പോയി കാണാം എന്ന് കരുതി. അപ്പോൾ എങ്ങനെയുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ മാറിക്കഴിഞ്ഞിട്ട് അങ്ങനെ കാണിക്കാമല്ലോ. അപ്പം നോക്കാം എങ്ങനെയുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ ഈ അപ്പാർട്ട്മെൻറ്റ്. കുറച്ച് പോകാനുള്ളൂ. എയർപോർട്ട് സ്യൂറിഹിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ. അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിലാണ് ആദ്യം കാണാൻ പോകുന്നത്. ഇവിടെ അപ്പാർട്ട്മെൻറ്റ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പം 2ാമത്തെ അപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഓൾറെഡി കിട്ടി. ഈ അപ്പാർട്ട്മെൻറ്റും ഓൾമോസ്റ്റ് ആയിരിക്കുകയാണ്. എൻ്റെ ഫീഡ്ബാക്ക് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അണ്ടർ കൺസ്ട്രക്ഷനാണ്. അപ്പം നമുക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ പുറത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി. ഞങ്ങളുടെ വ്യൂ നേരെ ഫോറസ്റ്റിലേക്കാണ്. എപ്പോഴും ഇപ്പോഴത്തെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് എപ്പോഴും പുറത്തേക്ക് എയർപ്ലെയിൻ ഇവിടെ ഉണ്ടാവും. പക്ഷെ റോഡൊക്കെ ആയതുകൊണ്ട് ഭയങ്കര നോയ്സാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ തന്നെ ഞങ്ങളുടെ സെയിം റോഡാണ് അപ്പുറത്തെ ഭാഗത്തേക്ക്. പക്ഷേ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ റിസൈഡ് ചെയ്തിരിക്കുന്ന ആ ഏറ്റവും മുകളിൽ കാണുന്ന അപ്പാർട്ട്മെൻറ്റാണ്. അപ്പം നമ്മുടെ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ നേരെ കാട്ടിലേക്കാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്ന ആളായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ അപ്പാർട്ട്മെൻറ്റിന് കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. നല്ല ചെറുതാണ്, പക്ഷെ പുതിയതാണ്. ഞങ്ങൾ ഹാപ്പിയാണ്. പക്ഷേ ഇനി കുറച്ചും കൂടി സ്പേസ് വേണം. നമ്മൾക്ക് ഈ സിറ്റി ലൈഫിൽ ഇങ്ങനെ ജീവിച്ച് ഇപ്പം ജനലൊക്കെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫുള്ള് റോഡും സൗണ്ടും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാടും കൂടി കാണുന്ന സ്ഥലത്തേക്ക്, സിറ്റിയിൽ തന്നെ പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കൂടുതൽ ഇവിടെയുള്ളത്. ഇപ്പോൾ അങ്ങോട്ടും കൂടി വീടുകൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര നാരോ റോഡാണ്. പക്ഷെ പാവൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പാവൽ ഇവിടെ താമസിച്ചിട്ടുണ്ട് ഈ ഏരിയയിൽ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് മറ്റേ സ്ഥലം ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെന്ന് പറയുമ്പം നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ തൊട്ടടുത്തുമാണ്. അറ്റ് ദ സെയിം ടൈം പുറകിലേക്കുള്ള വ്യൂ നല്ല ഒരു ഫോറസ്റ്റിയാണ് താനും. സോ യാ, ഇതുകൊണ്ടോ ഇങ്ങനെ ഇവിടെ മെജോറിറ്റി ഓഫ് സ്ഥലങ്ങൾ ഇരിക്കുന്നത്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നെക്സ്റ്റ് അപ്പാർട്ട്മെൻറ്റ്. ഇത് ജൂണിലേക്കും റെഡിയാവും. സോ ക്രൗഡഡ് അവിടെ. But our apartment is not on top floor. It's ground floor. Is that okay? Top was amazing, order. So ഇതാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്ന 2ാമത്തെ അപ്പാർട്ട്മെൻറ്റ്. ജൂണിലേക്ക് ഇത് റെഡിയാവും. പക്ഷേ എൻ്റെ പ്രിഫറൻസ് അതാണ്. ബിക്കോസ് അത് 4.5 റൂംസ് ഉണ്ട്. പക്ഷേ ഇത് 3.5 റൂംസേ ഉള്ളൂ. അറ്റ് ദ സെയിം ടൈം എക്സ്പെൻസീവ് ആണ്. മുകളിലത്തെ നിലയല്ല കേട്ടോ, താഴത്തെ ഫ്ലോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് ഡാൻസ് കളിക്കാൻ കുറച്ച് എളുപ്പമായതുകൊണ്ട്. പക്ഷേ മുകളിലത്തെ നിലയുടെ വ്യൂ വുഡ് ഹാവ് ബീൻ അമേസിങ്. പക്ഷേ എനിക്ക് 2ഉം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് മറ്റേടത്തുനിന്ന് ഒരു കൺഫർമേഷനും കൂടി കിട്ടണം. അത് കിട്ടിയാൽ അതേ എടുക്കുള്ളൂ. റൈറ്റ് പാബ്ലിറ്റോ? ഇഫ് വി ഗെറ്റ് ദി അതർ വൺ വി ഗോണ ടേക്ക് ദാറ്റ്. യെസ്, ദാറ്റ്സ് ദി പ്ലാൻ. യാ, പക്ഷേ ഇത് ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടി. ഞങ്ങളതൊന്ന് സൈൻ ചെയ്താൽ മതി. പക്ഷേ ഞങ്ങൾ മറ്റേതിൻ്റെ ഒരു റിപ്ലൈയും കൂടി വരാൻ വെയിറ്റ് ചെയ്യാണ്. The apartment is there. Where? This one behind this wall, you can't see. Behind this? Yes, the ground floor. Maybe we can go. We can't.
ബട്ട് ഇറ്റ്സ് റിയലി നൈസ്. ഇതാണ് ആ വീടിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഉള്ള വഴികൾ. നല്ല നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു പബ്ലിക് ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നൊരു പ്ലേസ് ഉണ്ട്. ഇത് ഞങ്ങളുടെ അവിടേക്കാളും കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒരു 15 minutes ഉള്ളൊരു ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ സ്വിറ്റ്സർലൻഡിൽ ഇങ്ങനെയാണ്. ഒരിക്കൽ കഴിയുമ്പോൾ തന്നെ ഭയങ്കര വ്യത്യാസമാണ്. ഇത് എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. ഇതാണ് പട്ടി അകത്തേടുന്ന സ്ഥലം. വിച്ച് മീൻസ് ഇവിടുത്തെ ആൾക്കാർ ഡോഗ്സിനെ പുറത്ത് നടക്കാൻ കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമാണ്. ആൻഡ് ദേ ഹാവ് ബീൻ ട്രെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് അവർ റോട്ടിൽ പൂപ്പ് ചെയ്യുള്ളൂ. ദെൻ ഈ കവർ ഇട്ടിട്ട് അതിൻ്റെ മുതലാളിമാർ ഇട്ടിട്ട് ഡോഗ് ലിറ്ററിൽ തന്നെ ഇടണം. പക്ഷേ ഇതിനകത്ത് ഐ ക്യാൻ സീ അതർ വേസ്റ്റ് ഓൾസോ. ബട്ട് ദിസ് ഇസ് മെയിൻലി ഫോർ പപ്പി പൂപ്പ്. അതെനിക്ക് നിങ്ങളെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ നല്ലൊരു കാര്യമാണ്. റോട്ടിലൊന്നും നമ്മളെ കാണില്ല. പക്ഷേ ഇവിടെ കുറേ പട്ടികളുണ്ട്. കുഞ്ഞു കുഞ്ഞു സ്വീറ്റ് ക്യൂട്ട് പപ്പീസ് ഉണ്ട്. പക്ഷേ ഐ റിയലി ലൈക്ക് ദിസ് പ്ലേസ്. മറ്റേ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫൈനൽ കൺഫർമേഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിലും ഐ വോണ്ട് ബി സോ സാഡ്. ബിക്കോസ് ഇത് ഒരു മുറി കുറവാണ്. എന്നാലും എനിക്ക് അവിടെ ഡാൻസൊക്കെ ചെയ്യാനായിട്ടൊരു കമ്മ്യൂണിറ്റി ഹാൾ പോലെ റെസിഡൻസിന് വേണ്ടിയുണ്ട്. ഇറ്റ്സ് കമ്മ്യൂണിറ്റി ഹാൾ പോലെ റെസിഡൻസിന് വേണ്ടിയുണ്ട്. ഞാൻ ആ ഒരു പേരിൽ സമാധാനിക്കും. പക്ഷേ ഇഫ് ഐ ഗെറ്റ് ദി അതർ വൺ, then we are definitely gonna choose that. ആ വഴി കണ്ടോ? അതിലെ കൂടെ പാവല് പണ്ട് ഇവിടെ താമസിച്ചിരുന്ന സമയത്ത് സൈക്കിളിന് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ കാറൊന്നും പോകത്തില്ല. This is so nice. Be careful, Julie. Sorry. I'm making my video. So nice. Are they gonna do something over here? Or is it like this? It's like this only. ഞങ്ങളൊന്ന് പുറത്ത് നടക്കാം എന്ന് കരുതി. എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കണമെന്നുണ്ട്. പക്ഷേ ഐ എം നോട്ട് ദാറ്റ് എക്സ്പേർട്ട് ടു വാക്ക് ബിഹൈൻഡ്. ബാക്ക് enough baby. Thank you. So that's it. അങ്ങനെ സ്യൂറിക്കിലെ ബീറ്റിക്കോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ രണ്ടാമത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത്. ഇവിടുത്തെ ആൾക്കാർക്ക് നടക്കാനും സ്കീയിങ്, ഹൈക്കിങ്, ട്രെക്കിങ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കൂടുതലും നശിപ്പിക്കാതെ ദേ കീപ്പ് ഇറ്റ് ഫോർ ദ പീപ്പിൾ ഹിയർ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർ കുറച്ച് ഹെൽപ്പിയാണ് കേട്ടോ. സോ നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തി. ആൻഡ് ഇനിയിപ്പം ഞങ്ങൾ കുറച്ചൊന്ന് നടക്കാമെന്ന് കരുതി. ബീച്ചിക്കോണിൻ്റെ പ്രകൃതി ഭംഗി കണ്ട്, വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇവിടെ. പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് വീട് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നടക്കാൻ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെയാണോ വീടെടുക്കുന്നതെന്ന് നമുക്കറിയില്ല. ഈ 2 വീടുകളിലും ഒന്ന് നമ്മൾ എടുക്കും. ഈ സ്ട്രേറ്റ് സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ഞാൻ താമസിക്കുന്ന വീടെല്ലാം പുതിയ വീടുകളായിരുന്നു. വിച്ച് മീൻസ് ഞാൻ നേരത്തെ സേബാഹിൽ താമസിച്ചതും പുതിയ വീടായിരുന്നു. കൺസ്ട്രക്ഷൻ നടന്ന് ഞാനാണ് ആദ്യം താമസിച്ചത്. ഇപ്പം താമസിക്കുന്ന വീടും അതുപോലെ തന്നെയാണ്. ഇപ്പം നമ്മളവിടെ 4 വർഷമായി താമസിക്കുന്നു. ഈ വീടും മറ്റേ വീടും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 2 വീടുകളും പുതിയതാണ്. അതുകൊണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ വീടുകൾ. ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. അവൾ ഇവിടെയൊക്കെ കുറേ വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത തവണയാണ്. ഭയങ്കര തണുപ്പാണ്. ആൻഡ് യാ, അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കാണിക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന പാവലിനൊരു ഫോട്ടോ ഉണ്ട്. ആനയുടെ കൊണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന വാട്ടർ. So kids play here in summer? Yes, in the water.
അവിടെയൊക്കെ ഞങ്ങൾ വന്ന വഴിയിലൊക്കെ അങ്ങനെ ആയിരുന്നു. ഇതുണ്ടോ, ഇതൊക്കെ ഫുൾ വെള്ളം ഐസായിട്ട് കിടക്കുക. നമ്മൾ തിരിച്ച് നമ്മൾ നേരത്തെ വന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ്. പക്ഷേ ഇത് ഡിഫറെൻറ്റ് സ്റ്റെപ്പാണ്. ഒരേ സ്ഥലത്തേക്ക് വേണം നമ്മൾ. സോ നൈസ്. ഒറ്റക്കാളിൽ ഇങ്ങനെ ഫോറസ്റ്റ് ഉണ്ട്, പക്ഷെ അത് കുറച്ചും കൂടി അവർ കുറേയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ ഭയങ്കര റോയാണ്. നല്ലൊരു ഹൈക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ ടയർഡായി. പക്ഷെ നല്ല വോക്കായിരുന്നു. അവിടെയൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ വോക്ക് ചെയ്യാനാണ് ഒത്തിരി ആൾക്കാർക്കും ഇഷ്ടം. അങ്ങനെ വീട് സന്ദർശനത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ പോയി. ബിക്കോസ് എനിക്ക് റിസോർട്ട് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം കുക്ക് ചെയ്യേണ്ടെന്ന് കരുതി ഞങ്ങളൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ് പോയത്. അപ്പം ദ ഡ്യൂപ്പൻഡോർഫിലുള്ള ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. വെരി നൈസ് റെസ്റ്റോറൻറ്റ്. ഇവിടെ ഉള്ളവരൊക്കെ പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സർവീസ് ആയിരുന്നു. നമ്മൾ ഇറ്റാലിയൻ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെയും കുറച്ച് വർത്തമാനം പറയാൻ പറ്റത്തില്ല. ശരി, നല്ല വൈറ്റ് വൈനിൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് റിസോർട്ട് കഴിക്കുമ്പോൾ ഭയങ്കര മോഹം. It's a raw cow. Really? It's and some cheese. What is it called? Carpaccio. Yum, yum, yum. Pretty good. Do you like it? Love it. Is it your first time? Yes, carpaccio is my first time. So ricotta unda, cheese unda. Then I'm gonna put a tiny mini tomato. This is gonna go out. Last time this went out. Pachapashu. Pachapashu. Looks like some leftovers. What are you gonna eat, baby? Lasagna. Lasagna. And me, seafood risotto, my favorite. What the fuck is that? Super glittery. Yes, it's golden. Golden tiramisu. Take it. Huge. That's too much. Shiny tiramisu. It's good. Delicate. ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പാർട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം. ഇപ്പോഴും ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പൊട്ടൻഷ്യലി ഉദ്ദേശിച്ച അപ്പാർട്ട്മെൻറ്റിലേക്ക്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.